ഹായ്. കുറച്ച് ദിവസങ്ങളായി കിച്ചൺ തോട്ടത്തിലോട്ട് ഇറങ്ങിയിട്ട് സമയം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അല്പം തിരക്കായിരുന്നേ. അപ്പോൾ കിച്ചൺ തോട്ടത്തിൽ ഇനി അടുത്ത പ്ലാന്റിങ്ങിനുള്ള തക്കാളി തൈകൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതെനിക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ. ആരൊക്കെ തക്കാളി തൈ കൂട്ടുകാർ ആവശ്യപ്പെടുന്നത് അവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടി എന്തായാലും മൊത്തം ഒരു ഇഷ്ടംപോലെ തൈ നട്ട് വളർത്തിയിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം, നോക്കിയോട്ടോ. കണ്ടോ, തൈ ഇഷ്ടംപോലെ ഉണ്ട്. നോക്കിയേ, ഇഷ്ടംപോലെ തൈ നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ. ആർക്കും വെള്ളം കൊടുക്കാം, കൂട്ടുകാർക്കും. എനിക്കിവിടെ അധികം സ്ഥലമൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോഴേ ആക്രമണം തുടങ്ങി. ഇത് നോക്കിയേ, ഈ ഇലകളിൽ കണ്ടോ, ഇത് വരെ ഇങ്ങനെ ചെറിയൊരു പുഴു ഇങ്ങനെ അരിച്ചു പോയിട്ടുള്ള പോലെ ഒരു പാട്. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതിനെക്കുറിച്ച് അറിവുള്ളത് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതെന്ത് അസുഖമാണ് ഇത്? ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മിക്ക എല്ലാ തൈകളിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. പകരുന്ന ഒരു പകർച്ചവ്യാധി പോലെ കാണുന്നത്. അതോ ഇനി ഏതെങ്കിലും ബാക്ടീരിയ, പുഴുക്കളോ ഇതുണ്ടല്ലേ. അപ്പോൾ ഇതിനകത്ത് നീ പടർന്ന് പിടിക്കും എന്നൊന്നും അറിയത്തില്ല. ഇതിനെന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ആൾക്കാർ ആരെങ്കിലും ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു ചട്ടി ഇഷ്ടംപോലെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അയൽവക്കക്കാർക്ക് കൊടുക്കും നടാൻ വേണ്ടിയിട്ട്. ഇത് രാമച്ചം അന്ന് പ്ലാന്റ് ചെയ്തതിൻ്റെ ബാക്കിയുള്ള രാമച്ചം നട്ടുപിടിപ്പ് മുളച്ച് വരുന്നുണ്ട്. മുളച്ച് തുടങ്ങി ഇതല്ലേ, തൈകളായി തുടങ്ങിയിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റി വയ്ക്കണം. പിന്നെ ഒരു മാവും തൈയും ഒരു ഓറഞ്ച് തൈയും മേടിച്ചിട്ടുണ്ട്. ഇത് നട്ടിട്ടില്ല, സമയക്കുറവ് കൊണ്ട് നട്ടിട്ടില്ല. പിന്നെ ഇത് സെല്ലറി നന്നായി വളർന്നു കേട്ടോ. ഫ്രൈഡ് റൈസ് ഇടാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴും ഇഷ്ടംപോലെ തണ്ടായിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് നമുക്ക് കണ്ടില്ല, ഇതിവിടെ നിന്ന് മുറിച്ച് തണ്ട് മുറിച്ച് ആവശ്യമുണ്ട്. വേറെ 2 പ്ലാന്റ് ഉണ്ട്. പുതിന നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് അല്ലേ. അതായത് ഇഷ്ടം പോലെ പുതിനയുണ്ട് ഇതല്ലേ. എത്ര പേർക്ക് വേണ്ടില്ല, ഒരു കടയിലോട്ട് ഒരു കെട്ട് കൊടുക്കാനുള്ള രീതിയിൽ പുതിന ആയിട്ടുണ്ട്. ഒരു ശകലം നട്ടതാണ്. ഇത് കണ്ടില്ലേ, ഇത് ഗാർഡനിലെ ഒരു പുതിയ ആളാണ്, എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്നതാണ് ഞാനിത്. ഞാനുണ്ടായിരുന്നപ്പോൾ ഞാൻ കൊടുത്ത ആളെ എനിക്ക് തിരികെ നടാനും തന്നു. അതുകൂടാതെ ഭക്ഷിക്കാനും. മോളുടെ വീട്ടിൽ പപ്പയ്ക്ക് കൊടുത്താണ്. പുള്ളി അത് നട്ട് വളർത്തി കൃഷിയാക്കി. കണ്ടില്ലേ, ഇതാണ്. ഇതിനി പുഴുങ്ങി ഇതിനെ തൊണ്ട് കളഞ്ഞ് നമുക്ക് ഭക്ഷിക്കാം. നല്ല രുചിയാണിത്. ഇതിന് എനിക്ക് അറിയില്ല, പല സ്ഥലത്തും പല പേരെ ഞങ്ങൾ. അപ്പോൾ പുറകിൽ കാണുന്നത് കണ്ടില്ലേ, ഇത് മധുരക്കിഴങ്ങാണ്. അവിടെ സ്ഥലം മാറ്റി വെച്ച് വേറെ സ്ഥലത്തേക്കാക്കി. കൃഷികളൊക്കെ ഇങ്ങോട്ടൊന്ന് ഒരു റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അത്തിപ്പഴങ്ങൾ, അത്തിക്കായകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, കായകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റി വെച്ചുകൊണ്ട് അവർ നല്ല പുഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കിച്ചൺ ഗാർഡൻ വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ വേണ്ടി ചെയ്യുക. ഓക്കെ. ഊരാണിച്ചേമ്പ് ഇന്നലെ ഞാനൊരു ഫോട്ടോ നേരത്തെ എടുത്തിട്ട് കാണിച്ചില്ല. അപ്പോൾ അത് പുഴുങ്ങി കേട്ടോ. അത് പുഴുങ്ങിയിട്ട് അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ വായുകൊണ്ട് കടിച്ച് ഇങ്ങനെയാണ്. കയ്യും കൊണ്ട് പൊളിക്കുന്നതിനോട് എളുപ്പമായിട്ട് നമുക്ക് തന്നെ തിന്നാനുള്ളതാണോ ഉണ്ടോ. നല്ലതേ പൊളിഞ്ഞത് തൊലി വരുന്നുണ്ടോ. നിസ്സാരം ചെറിയ വേരൊക്കെ ഉണ്ട്. വേരൊക്കെ കടിച്ചാൽ കളയുക അങ്ങനെ അല്ലേ. കൈ കൊണ്ട് പറിക്കുന്നതിനെക്കാട്ടിലൊക്കെ കൈ കൊണ്ട് വേണ്ടി പറിച്ച് കളയാം. ഇതൊക്കെ അങ്ങ് പറിച്ച് കളയാം. അപ്പോൾ ഈ സാധനം പണ്ട് കാലങ്ങളിൽ നമ്മുടെ മിക്ക വീടുകളിലും പറമ്പിലും ഈ മുറ്റത്തെ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു ചുവന്ന പൂവൊക്കെ ഉണ്ടായിട്ട് ഊരാളിച്ചേമ്പ്. അതിന് വേറെ പലങ്ങളിൽ പല പേരാ പറയുന്നത്. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആട്ടോ. അത്രയും നമ്മൾ ചേമ്പ് പൊഴിക്കുന്ന പോലെ ഇങ്ങനെ പൊടിയൊന്നും വരത്തില്ല. നല്ല പക്ഷെ കടിച്ച് തിന്നുമ്പോഴല്ലോ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ചെറിയ നല്ല നൂറുണ്ട്. അധികം മധുരമില്ല, എന്നാൽ മധുരം ഉണ്ട് താനും. അപ്പം നല്ല രസമുണ്ട്, ടേസ്റ്റുണ്ട്. പിള്ളേരുടെ കൂടെ നല്ല ശക്തി കിട്ടുന്നതാണ് തോന്നുന്നത്. കാരണം പണ്ടൊക്കെ നമുക്ക് അമ്മൂമ്മയൊക്കെ ഇങ്ങനെ ഊരാളിച്ചേമ്പ്
മധുരച്ചേമ്പ് ഊരാൾച്ചേമ്പ് പല സ്ഥലത്തും പല രീതിയിലാണ് പറയുന്നത് തോന്നുന്നു, തരുമായിരുന്നു. അതിൻ്റെ സ്ട്രോങ് ഉണ്ട്, അതുകൊണ്ട് നല്ലതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം തിന്നു പോകാതെ ഈ ചേമ്പിനെ നമുക്ക് വളർത്തണം. ഇതിപ്പോൾ വളരെ വിരളമായിട്ടാണ് കാണുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചേമ്പൊക്കെ നട്ടുപിടിപ്പിക്കുക. നല്ല പ്രോട്ടീൻ ഫുഡൊക്കെ നമുക്ക് കഴിക്കാം. അങ്ങനെ പണ്ടത്തെ പഴയമയിലോട്ട് നല്ല ഫുഡ് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ.